ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് മുട്ട മസാല ദോശ. മസാല ദോശ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ മുട്ട മസാല ദോശ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിന് വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി, മുട്ട, കറിവേപ്പില, മല്ലിയിലയൊക്കെ വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മസാല എന്ന് പറഞ്ഞാൽ ഗരം മസാല എന്തെങ്കിലും അതിഷ്ടമുണ്ട്. മസാല ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണമെന്നില്ല. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ നെയ്യ്, ദോശമാവ്. ഇത്രയാണ് ഇതിനകത്ത് ഞാൻ പ്രത്യേക അളവൊന്നും പറഞ്ഞിട്ടില്ല. അവനവൻ്റെ വീട്ടിൽ എത്ര പേരംഗമുണ്ടോ അതനുസരിച്ച് എടുക്കുക. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലതായിട്ട് വേവിച്ചെടുക്കണം. ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് മഞ്ഞൾ പൊടി 1 സ്പൂണ്, കുറച്ച് മുളക് പൊടി ഇടണമെന്നില്ല, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇടണമെന്നില്ല. ഒരു മല്ലിപ്പൊടി ഒരു ശകലം വേണം, കുറച്ച്. എന്ന് വെച്ചാൽ ഈ സാധാരണ മസാല ദോശയ്ക്ക് ഇതൊന്നും ചേർക്കില്ല, പക്ഷെ മുട്ട നമ്മൾ ചേർക്കുന്നത് കൊണ്ട് ഇതെല്ലാം ഒരു ലേശം. മുളക് പൊടി ഒരു ലേശം, ഇത്രയും ശകലം മതി, ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട ഒരു ഇതിന്. പിന്നെ മസാലപ്പൊടി ഇച്ചിരിയേറെ, 1 ടീസ്പൂണോളം മസാല ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതായിട്ട് വേവിക്കണം. ഉള്ളി അരിഞ്ഞ് കടുക് പൊട്ടിക്കുക. നമ്മുടെ എഗ്ഗ് മസാല ദോശയുടെ ചേരുവകളെല്ലാം നല്ലതായിട്ട് വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ബീട്രൂട്ട്, മഞ്ഞ കളർ ഇരിക്കേണ്ടവർക്ക് ബീട്രൂട്ട് ഉപയോഗിക്കേണ്ട, അതിന് പകരം നല്ലതായിട്ട് ക്യാരറ്റ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ബീട്രൂട്ട് ചേർക്കുന്നേ ഉള്ളൂ, ഒരു കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി. ഉള്ളി ഇട്ട് നല്ലതായിട്ട് നോക്കി കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചങ്ങിടുക. മസാലയെല്ലാം നമ്മളിട്ടതാണ്. ഞാനിപ്പോൾ ഒരു കാര്യം ഇടാനായിട്ട് മറന്നുപോയി, വെളുത്തുള്ളി. നമ്മളിപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഗ്യാസൊന്നും കെട്ടാതിരിക്കാനായിട്ട് 2 വെളുത്തുള്ളി നമുക്ക് ചതച്ചിടാം അതിനകത്ത്. നമ്മൾ മുട്ട പുഴുങ്ങിയതാണിത്. മുട്ട പുഴുങ്ങി എടുത്തിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് ഇതിനകത്തൂടെ ഇട്ട് ഒത്തിരി ഇളക്കരുത്, ഇട്ടിട്ട് അതിനകത്ത് ഉടഞ്ഞങ്ങ് പോകും. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ മുട്ട ഇതോടെ വെച്ച് അതിനകത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇളക്കാതിരിക്കുന്നത്. ഇളക്കിയ ഇതെല്ലാം ഉണ്ണിയെല്ലാം കൂടി വേറെ ദോശമാവ് നല്ല നൈസായിട്ട് തീ കുറച്ച് വെക്കണേ. തീ കൂട്ടി വെക്കരുത്, സിമ്മാക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടില്ല.